കുറച്ചു മുമ്പ് ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടിയ പ്രതിയെ പോലീസ് വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ഇപ്പോൾ കയറി പോകുന്നതാണ് നേരത്തെ പറഞ്ഞ പ്രതി. ആ വൈറ്റ് ഷർട്ട് ഇട്ടാണല്ലേ? പ്രതിയെ ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ പോലീസ് എന്താ പറയുന്നേ? ഇപ്പൊ പോലീസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങള് അതായത് വേറെ എക്സ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് രണ്ടുപേര് അവര് തല്ലിയവനെ. അപ്പൊ തല്ലിയില്ലേ അത് ഓക്കെ അല്ലേ, നിങ്ങളിപ്പോ തീർത്ത് പോയതല്ലോ ഇവിടെ നിന്ന്, അങ്ങനെ പോലീസ് പറയുന്നത്. വേറെ ഒന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആശുപത്രിയിലേക്കാണോ അവനെ? ആശുപത്രിയിലോട്ടാണ്. അവൻ ആശുപത്രി പോകേണ്ട പരിവൊന്നും ആയിട്ടില്ല. അവൻ അത്ര കിട്ടിയ പോരല്ലോ, അത്ര ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. വെറും ഉടായ്പാണ്. ഇതിന്റെ മുന്നേ അയാൾക്ക് കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാൾ ഇങ്ങനെ പോകും, പിന്നെ അയാളെ ആ പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഇപ്പൊ അയാൾ പോയി. പറഞ്ഞത് നിങ്ങൾ തല്ലു കൊടുത്തില്ലേ അവന്, എന്താ പറയാ, പോട്ടെ എന്നുള്ള രീതിക്കാണ്. തല്ലല്ലോ, നമ്മൾ ഇന്ന തല്ലുകൊടുത്തത് പൈസ ഇട്ടാണ് തല്ലുകൊടുത്തത്, പൈസ കിട്ടിയോ ഇല്ല. എന്നിട്ട് ഇതിപ്പോ എന്താ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കാര്യം ഒത്തുതീർപ്പാക്കാവുന്ന പോലീസ് എന്തെങ്കിലും രീതിയിലുള്ള റെസ്പോണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഒത്തുതീർപ്പാക്കാന്ന് പോലീസ്, ഞങ്ങളിപ്പോ ഓൾറെഡി രാവിലെ വന്നപ്പോ പോലീസ് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ സംസാരിച്ച് തീർന്നില്ല എന്നുള്ളതാണ്. സംസാരിച്ച് തീരല്ല, നമ്മൾ നീതിക്ക് വേണ്ടി വന്നതാ. നമ്മളോട് പറഞ്ഞത് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരാണ് അവനെ പിടിച്ചു നിർത്തിയതും ഇടിച്ചതും. അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും മേടിച്ചു കൊടുക്കാറുണ്ട്. ഇവര് ഫോൺ അവന്റെ കളക്ട് ചെയ്തപ്പോ ഫോണ് പോലീസുകാർ വാങ്ങിട്ട് തിരിച്ചു കൊടുപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്തത് അല്ലേ? ആണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അയാള് പോയി. ഇനിയിപ്പോ നമ്മൾ അയാളെ പ്രതീക്ഷിക്കണ്ട. പക്ഷെ മാക്സിമം ഇതൊന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇത് വീഡിയോയിൽ സ്പ്രെഡ് ചെയ്യാൻ അയാളെ ഫേസ് വരണം. ഇനി ആരും ചതിക്കപ്പെടരുത്. അത്ര കോർട്ട് വഴി പോകാന്നുള്ള രീതിക്കാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഇപ്പൊ ഇത്ര ഇതില് പോലീസ് ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ അവനിങ്ങനെ വിടുകയാണെങ്കിൽ നാളിപ്പോ ഈ തട്ടിപ്പ് പണത്തിന്റെ പോലെ എന്തെങ്കിലും ഒരു പെങ്കൊച്ചിനെ കയറി എന്തെങ്കിലും ചെയ്താൽ ഇത് തന്നെയായിരിക്കും അവന്റെ അവസ്ഥ. ഇത് ഇങ്ങനെ വെറുതെ വിടാനാണോ? അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങള് പുറകെ പോയിട്ട് എന്താ സംഭവിച്ചത്? ഞങ്ങൾ പുറകെ ചെന്ന് കഴിഞ്ഞപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വഴിക്ക് ഞാൻ ചാടി കയറി വലിച്ചു പിടിച്ചു ബാക്കിലേക്ക് പിടിച്ചു. അവൻ വീണു. അവിടെ ഇവന്റെ കാലിൽ തട്ടി ഇവനും വീണു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോ കൊതറി ഇവനിട്ടൊരെണ്ണം കൊടുത്തു. അപ്പൊ ഞങ്ങൾ കയറി ഒരെണ്ണം കൊടുത്തു. പിന്നെ ഇവനെ അടിച്ചു ആ സ്പോട്ടില്. ഇവനെ തള്ളി മാറ്റി ഓടാൻ നോക്കിയത്. പുള്ളി ഇതുപോലെ എന്നെയും പറ്റിച്ച് 50,000 രൂപ പറ്റിച്ച പോയത്. പുള്ളി നോക്കുമ്പോ ഇവിടുന്ന് സ്റ്റേഷനിൽ വണ്ടി എടുത്ത് പോയി നേരെ പോയി യൂബറിന്റെ ഫ്രണ്ടിൽ വെച്ച് പുള്ളി ഇറങ്ങാൻ പറഞ്ഞിട്ട് മര്യാദ പറഞ്ഞത്. പക്ഷെ ഇറങ്ങാനുള്ള പുള്ളി ലോക്ക് ചെയ്തിരിക്കെ. എന്നിട്ട് അപ്പൊ തന്നെ യൂബറുകാരൻ ഡോറൊന്ന് നിന്ന് എന്നിട്ട് പുള്ളി ഇറങ്ങി ഓടാൻ നോക്കി. ഇറങ്ങി തട്ടിയപ്പോ എന്നെ തള്ളിയിട്ട് ഓടാൻ നോക്കി. പിന്നെ ഞങ്ങൾ വട്ടം പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ആളെ വന്ന് പിടിക്കാനായിട്ട്.
ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോ ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയാം. പോലീസുകാരുടെ അടുത്ത് ഇവിടെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്നാൽ നമ്മൾ എവിടെ കേസ് കൊടുത്തേക്കണോ അതിലുള്ള ഒരു കാര്യമാണോ എന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേസ് കൊടുത്തേക്കാണ് ഓൾറെഡി. അന്ന് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് അവനെ ഹാൻഡ് ഓവർ ചെയ്യണം. കാണണമാണല്ലോ, നമ്മളെല്ലാരും കാണണമാണ്. ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആളെ ഇത്രയും രൂപയുടെ തട്ടിപ്പുണ്ട്, ഇന്നുപോലെ സ്ഥലത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ചെയ്യാതെ ഇവന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവന് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പം പുള്ളിയുള്ള ഒരു കൊല്ലത്തിന് മേളിലായി. ഇപ്പൊ ഞാനും ഒരു കൊല്ലത്തിന് മേളിലായി. ഇതേപോലെ നമ്മൾ കളമശ്ശേരി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടായാലും ഒരു ഇത് ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്നായാലും. അതെ, പിന്നെ ഇപ്പൊ ഒരു കൊല്ലത്തിന് ശേഷമാണ് ഇവരുടെ ഇത്രയും അവർ ഫെയിം ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇത്രയും അവര് വീഡിയോ ഇട്ടതിന് പിന്നെ അവരെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ വരാൻ പറഞ്ഞു. ഞങ്ങളിപ്പോ 1.5 കൊല്ലത്തിന് ശേഷം കാണുന്നത്. നമുക്ക് നമ്മുടെ പൈസ ഉണ്ട്, അല്ലാണ്ട് ഈ പുള്ളിനെ എന്തോരം വെച്ചാൽ തപ്പണ വിളിച്ചാൽ ഫോൺ എടുക്കൂല. എന്താ ചെയ്യാ നമ്മള്? ഇപ്പൊ അടിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുക്കണമെങ്കിൽ കേസ് എടുത്താൽ എനിക്ക് പ്രശ്നമില്ല. അടിച്ചു എന്നല്ലേ ഈ പറയണ, എന്തായാലും ഒരപ്പനുണ്ടായതല്ല അവൻ, എനിക്ക് 100% ഉറപ്പാ. കാരണം അത്രയ്ക്കും രീതിയിലാണ് അവൻ ഈ കാണിച്ചു കൊടുക്കണ അംഗംപെട്ട് മൊത്തം. ഇത്രയും രൂപയുടെ എമൗണ്ട് ആൾക്കാരെ പറ്റിക്കുക, 1.5 ലക്ഷം രൂപ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര എമൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? ഒരാളുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ എത്ര പേരിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ടാവും? ഇവരുടെ പേര് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ പറ്റിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാത്രം ഒരു 10-15 രൂപ കൊടുത്തിട്ട് അത് ഇതാക്കിയിട്ടുണ്ട്. എന്നാൽ സാലറി 15 രൂപ തന്നേക്കണേ. ആ ബേസിക് സാലറി പോലും തരാൻ പറ്റാത്ത ഒരു കമ്പനി വെച്ചിട്ടാണ് ഇത്രയും കൊല്ലം ഇവനെ ഓടിച്ചോണ്ടിരിക്കണേ. അതുപോലെ ഈ പോലീസുകാർക്ക് ഇത് എടുക്കാൻ പറ്റില്ല. അവനെ തല്ലിയ കാരണം കേസ് എടുക്കാന്ന്. എന്നാൽ തല്ലിയ കേസ് ഇവിടെ എടുക്കാം. അപ്പൊ ഞങ്ങളുടെ കേസ് എന്ത്? തല്ലിയത് അപ്പുറത്തുകൊണ്ടിട്ടല്ലേ തല്ലി, പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലിട്ടാണോ അല്ലേ? അമ്മ കേസ് എടുക്കരുത്. ആ തല്ലുവനെ എനിക്ക് അതിന്റെ അകത്ത് വെക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം കൂടി കേൾക്കണം. ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ അകത്ത് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റത്തില്ല. കാരണം കേസ് ഓൾറെഡി കളമശ്ശേരി നമ്മുടെ കുസാരിന്റെ താഴത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് അവിടെ എടുക്കാറുള്ളൂ, ഇവിടെ എടുക്കാൻ പറ്റില്ല. ഓൾറെഡി കേസ് എടുത്തിട്ട് അവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെല്ലാരും ഇവര് പറഞ്ഞു കേട്ടിട്ട് നമ്മളിവിടെ വന്നത്. കാരണം ഇവർ ഇത്രയും ഫെയിമിൽ നിൽക്കണ, നോറ എന്ന് പറഞ്ഞ ചേച്ചിമാർ ഇത്രയും ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവരെ ഇവിടെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവൻ ഇവിടെ വരെ വന്നത്. അല്ലെങ്കിൽ അവൻ വരുത്തേയില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ നമുക്കറിയാം പോലീസുകാരുടെ പരിധി എന്താണെന്ന്, പൈസക്ക് എന്തോരം പരിമാതി അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എംപ്ലോയ്മെന്റ് മറ്റേ ഇതിന്റെ അകത്ത് എന്താ പറയാ, നമ്മുടെ ലേബർ ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. അവിടുന്ന് 3 ലെറ്റർ വന്നിട്ടും അതിനൊരു കറക്റ്റ് ആയിട്ടൊരു ഇത് അവൻ എടുത്തിട്ടുള്ള, മനസ്സിലാവുണ്ടോ? കറക്റ്റ് ആയിട്ട് അവർക്ക് ആ ഒരു കമ്പനി നിലവിലില്ല എന്നുള്ള രീതിയിലാണ് അവർ നമ്മുടെ അടുത്ത് പറയണത്. അപ്പൊ ലൈസൻസ് ഇല്ലാത്ത ഒരു കമ്പനി എന്തുകൊണ്ട് ഇവര് വെച്ച് ഉറപ്പിക്കണം? ഇപ്പൊ എല്ലാ കേസിനും ഇവർ പിടിക്കണ്ടല്ലോ. ഈ കേസ് എന്തുകൊണ്ട് ഇവര് ഇത്രയും ഇതാക്കി എടുക്കുന്നില്ല? എത്ര പിള്ളേരെ പറ്റിച്ചിട്ടുണ്ടോ? എത്ര പേര് ഗോൾഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്? എത്ര പിള്ളേരെ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്? പിള്ളേർക്കൊന്നും പുറത്തേക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അവരുടെ തന്നെ പറഞ്ഞു മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഇവർക്ക് എന്ത് കേസ് എടുത്താടാ? ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ പോലീസുകാരും ബാക്കിയുള്ളവരും ബാക്കി ചുമ്മാ പുറത്തിറങ്ങിയ ഒരു ഹെൽമെറ്റ് ഇല്ലാണ്ടുള്ളത് തന്നെ പോലീസ് പിടിച്ചിട്ട് അകത്താക്കണു. ഒരു നമ്പർ പ്ലേറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇവരിന്ന് കാണുന്നില്ലേ? ഇത് കാണാണ്ടിരിക്കേണ്ട കാര്യമാണോ? ഞാൻ ചോദിക്കാം, എന്റെ വീട് കോതനത്താ. ഇവിടെ നിന്ന് പറഞ്ഞാൽ 32 കിലോമീറ്റർ ഉണ്ട്. ഈ 32 കിലോമീറ്റർ ഞാൻ നടന്നു വന്നിട്ട് വേണം, അല്ലെങ്കിൽ ബസ്സിനോ അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടി വന്നിട്ട് വേണം ഞാൻ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ അല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റേ അടിക്കണം. 5000-6000 രൂപയാണ് ഒരു മെൻസ് ഹോസ്റ്റലിൽ നമ്മളൊരു സ്റ്റേ അടിക്കാനുള്ളത് കൊടുക്കുന്നത്. 15 സാലറിയും കിട്ടി 5000-6000 രൂപ കൊടുത്ത് ഞാൻ നിൽക്കുമ്പോ എനിക്ക് എന്തോരം എനിക്ക് എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലും എനിക്ക് കിട്ടുന്നില്ല. ബേസിക് എന്റെ എക്സ്പെൻസ് പോലും എനിക്ക് കിട്ടുന്നില്ല. ഇവൻ പറയുമ്പോ എന്റെ വണ്ടി ഞാൻ അറിയാതെ പണയം വെച്ചു. ആലോചിച്ച് നോക്ക്, ഒരു വണ്ടിയുടെ ഉടമസ്ഥനെ അറിയാതെ പണയം വെച്ചെങ്കിൽ വണ്ടിയുടെ ബുക്കും പേപ്പർ അതിന്റെ ഇരുന്നുകൊണ്ട് അവൻ കൊണ്ട് പണയം വെച്ചു. എന്നാൽ അവന്റെ അടുത്ത് പണയം കയറ്റിയതാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പോലും പറയാതെ കൊണ്ട് വണ്ടി പണയം വെച്ചു. അങ്ങനെയുള്ള ഫ്രോഡിന് എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ അടിച്ചു. അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ നിന്ന ഒരു പയ്യനെ തള്ളി മാറ്റി ഇടിച്ചപ്പോ ഞാൻ അടിച്ചു. അതിൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല. അതിന്റെ പേരിൽ ഒരു കേസ് എടുക്കാനേ എടുക്കട്ടെ. അതിന്റെ പേര് കേസ് എടുക്കുന്നതാണ് ഇപ്പൊ പോലീസ് പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞു. അതിന്റെ അവൻ പോയിട്ട് അവിടെ പോയിട്ട് അഡ്മിറ്റ് ആയിട്ട് വരട്ടെ, എന്നിട്ട് അവൻ കേസ് കൊടുക്കുമ്പോ അത് ഇവിടെ എടുക്കാന്ന്. അങ്ങനെയാണ് ഇപ്പൊ സാറ് പറഞ്ഞിട്ട് പോയത്. സാറിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ സാർ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ആ കേസ് ഇവിടെ എടുക്കാൻ വേണ്ടി അവൻ തല്ലണ ഞാനല്ലേ തല്ലേ? കളമശ്ശേരിയിൽ ഓൾറെഡി എനിക്ക് സാലറി തരാത്തതിന്റെ പേരിലാണ് ഞാൻ തല്ലേ. ആ കേസ് അങ്ങോട്ട് കട്ടെ നീ. അതല്ലേ ശരിക്കുള്ള നിയമം, അതല്ലേ ശരിക്കുള്ള കാര്യങ്ങൾ. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നടക്കണേ? വേറെ ഒരു കാര്യമില്ല.